മഹാഭാരതത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാഭാരതത്തിലെ ആദിപർവത്തിൽ വിവരിച്ചിട്ടുള്ള ഭാർഗവ വംശ ചരിത്രമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശൗനക നടത്തുന്ന യാഗശാലയിലെ ഇടവേള സമയത്ത് സൂതൻ ജനമേജയൻ നടത്തിയ സർപ്പസത്രത്തിന്റെ കഥ തുടരുകയായിരുന്നു. ആ സമയം കഥ തുടരുന്നതിന് മുമ്പ് ഭൃഗുവംശത്തിന്റെയും നാഗോത്പത്തിയുടെയും കഥകൾ കേട്ടാൽ കൊള്ളാമെന്ന് ശൗനകൻ സൂതനോട് അഭ്യർത്ഥിക്കും. ശൗനകന്റെ അപേക്ഷ കേട്ട സൂതനെ വളരെ സന്തോഷത്തോടുകൂടി ഭാർഗവ വംശ ചരിത്രം പറയുവാനായിട്ട് ആരംഭിക്കും. പണ്ട് വൈശമ്പായനൻ മുതലായ പണ്ഡിതന്മാർ പഠിച്ച് പ്രചരിപ്പിച്ചിട്ടുള്ളതാണ് ഭാർഗവ വംശ ചരിത്രം. അവരിൽ നിന്ന് എൻ്റെ അച്ഛനായിട്ടുള്ള ലോമഹർഷണനും അച്ഛനിൽ നിന്ന് ഞാനും മനസ്സിലാക്കിയ ഭൃഗുവംശ ചരിത്രത്തെ ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരാം. സ്വയംഭൂവായ ബ്രഹ്മാവിൻ്റെ സങ്കല്പത്താൽ വരുണന്റെ യാഗശാലയിലുള്ള യാഗാഗ്നിയിൽ നിന്നാണ് ഭൃഗു ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ച്യവനൻ. ഭൃഗുവിൻ്റെ പുത്രനായിട്ടുള്ള ച്യവനൻ്റെ ജന്മവും വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. ച്യവനൻ്റെ മാതാവ് അഥവാ ഭൃഗുവിൻ്റെ പത്നി അതീവ സുന്ദരിയും പതിവ്രതയുമായിട്ടുള്ള പുലോമ എന്ന സ്ത്രീയായിരുന്നു. ഭൃഗുവിൻ്റെ പത്നിയായ പുലോമ ഒരിക്കൽ ഗർഭിണിയായി. ഒരിക്കൽ പുലോമ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭൃഗു മഹർഷി സ്നാനാദി കർമ്മങ്ങൾക്കായി ആശ്രമത്തിൽ നിന്നും പോയ സമയം പുലോമൻ എന്നു പേരായിട്ടുള്ള ഒരു രാക്ഷസൻ അവിടേക്ക് വരുവാനിടയായി. അപ്പോൾ സുന്ദരിയായിട്ടുള്ള പുലോമയെ കണ്ട ഉടനെ രാക്ഷസന്റെ മനസ്സിൽ കാമം നിറയുകയാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ പുലോമ ഈ രാക്ഷസന് ചില ഫലമൂലങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് സൽക്കരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവളെ തട്ടിക്കൊണ്ടുപോകണം എന്നൊരു ചിന്തയോടു കൂടിയായിരിക്കും രാക്ഷസൻ അവിടെ നിൽക്കുന്നത്. രാക്ഷസന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു മോഹം ഉദിക്കാനും ഒരു കാരണമുണ്ട്. എന്തുകൊണ്ടെന്നാൽ കുട്ടിക്കാലത്ത് പുലോമ കരയുന്ന സമയത്ത് പുലോമയുടെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കാറുണ്ട്. ഇനി കരഞ്ഞാൽ നിന്നെ ഞാൻ രാക്ഷസരെ പിടിച്ചു കൊടുക്കും എന്ന്. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് അക്കാലത്ത് തന്നെ ഈ രാക്ഷസന് പുലോമയിൽ ഒരു അഭിനിവേശമുണ്ടായിരുന്നു. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ പുലോമൻ എന്ന് പറയുന്ന രാക്ഷസൻ പുലോമയെ കാണുന്നത്. ഇപ്പോഴാണെങ്കിൽ പുലോമ അതീവ സുന്ദരിയായി മാറിയിരിക്കുന്നു. അവളെ കൊണ്ടുപോകുവാനുള്ള ന്യായം കാണുവാനായി യാഗശാലയിലേക്ക് കടന്ന് യാഗശാലയിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയോടായി ഈ രാക്ഷസൻ ഇപ്രകാരം ചോദിക്കും. അല്ലയോ അഗ്നിദേവ, ഇവൾ ആരുടെ ഭാര്യയാണ് എന്നുള്ള സത്യം പറയൂ. അങ്ങ് സത്യം അറിയുന്ന ആളാണല്ലോ. ആദ്യം ഈ സുന്ദരിയുടെ പിതാവ് എനിക്ക് തന്നിട്ടുള്ള ഇവളെ ഞാൻ അറിയാതെ ഭൃഗു വിവാഹം ചെയ്യുകയല്ലേ ഉണ്ടായിട്ടുള്ളത്? ഇങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ അഗ്നിദേവൻ ഞെട്ടിവിറച്ചു. അഗ്നിദേവൻ ശരിക്കും വിഷമത്തിലായി എന്ന് തന്നെ പറയാം. ഭൃഗുവിൻ്റെ ശാപം ഭയന്ന് ഒന്നും പറയാതിരുന്ന അഗ്നിദേവനോട് രാക്ഷസൻ വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ട് ചോദിച്ചു. രാക്ഷസന്റെ ശല്യം സഹിക്കവയ്യാതെ അഗ്നിദേവൻ ഇപ്രകാരം പറയും. പുലോമയുടെ പിതാവ് ആദിഭംഗിക്ക് വാക്കുകൊണ്ട് ഇവളെ നൽകിയിരുന്നെങ്കിലും വിധിപ്രകാരം ഇവളെ വിവാഹം ചെയ്തിട്ടുള്ളത് ഭൃഗു മഹർഷി തന്നെയാണ്. ഇത് കേട്ടപ്പോൾ ഈ രാക്ഷസന്റെ മനസ്സിലൊരു ലഡ്ഡു പൊട്ടി. വിധിപ്രകാരമല്ലെങ്കിലും തനിക്ക് തന്നിട്ടുണ്ടെന്ന് അഗ്നിദേവൻ പറഞ്ഞപ്പോൾ രാക്ഷസന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ തന്നെ രാക്ഷസൻ മായ കൊണ്ട് ഒരു വരാഹ രൂപമണിഞ്ഞ് പുലോമയെ തട്ടിക്കൊണ്ടുപോകാനായി തുടങ്ങി. പുലോമ ഈ സമയം പൂർണ്ണ ഗർഭിണിയാണെന്ന് ഓർക്കണം. ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടന്ന കാരണം കൊണ്ട് തന്നെ ഭയചകിതയായ പുലോമ ആ സമയം തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. സൂര്യനെ പോലെ തിളങ്ങുന്ന അതിതേജസ്വിയായിട്ടുള്ള ച്യവനൻ. അതിതേജസ്വിയായ ഈ ഒരു കുട്ടിയെ കണ്ടതോടുകൂടി തന്നെ രാക്ഷസൻ ഭയം കൊണ്ട് മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണ് ഉടനെ തന്നെ ആ നിമിഷം തന്നെ മരണമടഞ്ഞു. അങ്ങനെ പുലോമ തൻ്റെ ഓമനപുത്രനെ വാരിയെടുത്തുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഭൃഗുമഹർഷിയുടെ അടുത്തേക്കെത്തി. വിവരമറിഞ്ഞ ഭൃഗു അഗ്നിദേവന്റെ വാക്കുകളാണ് പുലോമയെ പുലോമൻ തട്ടിക്കൊണ്ടുപോകാനായി ഇടയായത് എന്ന് മനസ്സിലാക്കും. ഉടനെ തന്നെ ഭൃഗുമഹർഷി അഗ്നിദേവനെ ശപിക്കും. ശുദ്ധാശുദ്ധ വസ്തുക്കളെ ഭേദമില്ലാതെ ഭക്ഷിച്ച് മലിനനായി തീരട്ടെ നീയെന്ന്. അപ്പോ ഇത് കണ്ടപ്പോ അഗ്നിദേവനും ദേഷ്യമായി. സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാത്ത നമ്മെ അകാരണമായി ശപിച്ചതിനാൽ ഇനി ഭൂമിയിലെ ഒരാൾക്കും തന്നെ എന്റെ സഹായം ലഭിക്കുകയില്ല. ഇതും പറഞ്ഞുകൊണ്ട് അഗ്നിദേവൻ ആ നിമിഷം തന്നെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനായി. അങ്ങനെ ലോകത്തിൽ യാഗങ്ങളും ഹോമങ്ങളും ഒന്നും തന്നെ നടക്കാതെയായി. എല്ലാ സൽക്കർമ്മങ്ങളും മുടങ്ങിപ്പോയി. ആഹാരം പാകം ചെയ്യുവാൻ അഗ്നിയുണ്ടെങ്കിലല്ലേ സാധിക്കുകയുള്ളൂ.
അതിനും കഴിയാത്ത ഒരു അവസ്ഥയായി മാറി. അങ്ങനെ ജനങ്ങളും ദേവന്മാരും എല്ലാവരും വിഷമത്തിലായി. അങ്ങനെ ദേവന്മാരും മഹർഷിമാരും എല്ലാവരും കൂടി ബ്രഹ്മലോകത്തേക്ക് ബ്രഹ്മാവിൻ്റെ സമക്ഷമെത്തി. എന്നിട്ട് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു. ഉടനെ തന്നെ ബ്രഹ്മാവ് അഗ്നിദേവനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ അഗ്നിദേവ, സർവശുദ്ധ സ്വരൂപനായ നിന്നെ മലിനമാക്കുവാൻ ഒന്നിനെ കൊണ്ട് സാധിക്കുകയില്ല. ഏത് വസ്തുവാണോ നിന്നിലേക്ക് വന്നു ചേരുന്നത് അവയെ അങ്ങയുടെ ഒറ്റ സ്പർശം കൊണ്ട് ശുദ്ധമാക്കി തീർക്കുകയല്ലേ അങ്ങ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ശാപത്താൽ യാതൊരു തരത്തിലുള്ള ന്യൂനതകളും ഉണ്ടാവുകയില്ല. അങ്ങയുടെ അസാന്നിധ്യത്തിൽ ഈ ലോകം മുഴുവൻ എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്ന് നോക്കൂ. അതുകൊണ്ട് എന്റെ അനുഗ്രഹത്തോടു കൂടി അങ്ങ് ഭൂലോകത്തേക്ക് തന്നെ മടങ്ങിപ്പോവുക. പണ്ടത്തെ പോലെ ലോകോപകാര പ്രവർത്തനങ്ങളിൽ അങ്ങ് ഏർപ്പെടുക. ഇത് കേട്ട അഗ്നിദേവൻ വളരെയധികം ഭവ്യതയോടുകൂടി സന്തുഷ്ടനായി ബ്രഹ്മദേവനെ വണങ്ങിക്കൊണ്ട് ഭൂലോകത്തേക്ക് മടങ്ങിയെത്തി. ഇങ്ങനെ എല്ലാവരും സന്തുഷ്ടരായി. അപ്പോൾ ഇങ്ങനെയാണ് ച്യവന മഹർഷിയുടെ ജനനം എന്ന് പറയുന്നത്. പിന്നീട് വളരെ കാലം കഴിഞ്ഞ് ച്യവനൻ വളർന്ന് സുകന്യയെ വിവാഹം ചെയ്യും. ഇരുവർക്കും ഒരു പുത്രൻ ജനിക്കും. ഈ പുത്രൻ്റെ പേരാണ് പ്രമതി. പ്രമതിക്ക് ഘൃതാചി എന്ന ഭാര്യയിൽ ജനിച്ച പുത്രനാണ് രുരു. ആ രുരുവിന് പ്രമധ്വര എന്ന പത്നിയിലാണ് ശുനകന്റെ ജനനം. ഈ ശുനകന്റെ പുത്രനാണ് ഇപ്പോൾ ഇവിടെ യാഗം നടത്തുന്ന ശൗനകൻ. അപ്പോൾ വീണ്ടും സൂതൻ ഇവിടെ കഥ തുടരുകയാണ്. ഇനി അങ്ങയുടെ പിതാമഹനായിട്ടുള്ള രുരുവിൻ്റെ കഥ ഞാൻ വിസ്തരിച്ച് പറയാം, അങ്ങ് കേട്ടോളൂ. അങ്ങയുടെ പിതാമഹനായിട്ടുള്ള രുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്ഥൂലകേശൻ എന്ന പേരായിട്ടുള്ള ഒരു മഹർഷി തപസ് അനുഷ്ഠിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിനടുത്ത് ജനിച്ച ഉടനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കുട്ടിയെ കാണുവാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി എന്ന് പറയുന്നത് വിശ്വാവസു എന്ന് പറയുന്ന ഗന്ധർവന് മേനക എന്ന അപ്സര സ്ത്രീയിൽ ജനിച്ചിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഈ കുട്ടി ജനിച്ച ഉടനെ മേനക ഈ കുഞ്ഞിനെ സ്ഥൂലകേശന്റെ ആശ്രമത്തിനടുത്ത് ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കുഞ്ഞിൻ്റെ ജനന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് സ്ഥൂലകേശൻ ഗ്രഹിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ സ്ഥൂലകേശൻ ഈ ഒരു പെൺകുഞ്ഞിനെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്ന് വളർത്താനായിട്ട് ആരംഭിച്ചു. ഈ കുഞ്ഞിനെ പ്രമധ്വര എന്ന് ഒരു പേര് വിടുകയും ചെയ്തു. അങ്ങനെ സ്ഥൂലകേശന്റെ സംരക്ഷണത്തിൽ പ്രമധ്വര വളർന്നു വന്നു. ഒരിക്കൽ യൗവനയുക്തിയായിട്ടുള്ള പ്രമധ്വരയെ രുരു കാണുവാനിടയായി. അങ്ങനെ രുരുവിന് പ്രമധ്വരയോട് ഒരു ഇഷ്ടം തോന്നുകയും അവളെ വിവാഹം ചെയ്യുവാനായി ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ രുരു ഈ വിവരം നേരെ പ്രമതിയോടാണ് പറയുന്നത്. പ്രമതി എന്ന് പറയുന്നത് രുരുവിൻ്റെ പിതാവ്. അപ്പോൾ രുരുവിൻ്റെ ആഗ്രഹം അറിഞ്ഞ പ്രമതി നേരെ ചെന്നത് സ്ഥൂലകേശൻ്റെ അടുത്തേക്കാണ്. സ്ഥൂലകേശനോട് രുരുവിൻ്റെ ആഗ്രഹം പ്രമതി അറിയിക്കും. ഭാർഗവ കുലജാതനായിട്ടുള്ള രുരുവിനെ തൻ്റെ വളർത്തുപുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് സ്ഥൂലകേശന് വളരെയധികം സന്തോഷമുള്ള കാര്യമായിരുന്നു. അതനുസരിച്ച് വിവാഹത്തിനുള്ള ഒരു ദിവസം അവർ നിശ്ചയിക്കും. പ്രമധ്വരയും സന്തോഷവതിയായിരുന്നു. അങ്ങനെ നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുജനങ്ങളെയും എല്ലാം വിവാഹത്തിനായി ക്ഷണിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതൊന്നും ദൈവഹിതം മറ്റൊന്നുമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് 2 ദിവസം മുൻപ് പ്രമധ്വര തൻ്റെ തോഴിമാരോട് കൂടി ഉദ്യാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷപ്പാമ്പിൻ്റെ മേൽ അറിയാതെ ചവിട്ടും. ആ പാമ്പ് ഉടനെ തന്നെ പ്രമധ്വരയെ കടിക്കുകയും ആ വിഷം ബാധിച്ച് പ്രമധ്വര മരിച്ചു വീഴുകയും ചെയ്യും. പ്രമധ്വരയുടെ മരണവാർത്തയറിഞ്ഞ് എല്ലാവരും അതീവ ദുഃഖിതരായി. രുരുവും അവിടേക്ക് ഓടിയെത്തും. മരിച്ചു കിടക്കുന്ന പ്രമധ്വരയെ കാണുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സുന്ദരിയെ പോലെയാണ് തോന്നുന്നത്. അവൾ മരിച്ചു കിടക്കുകയാണെന്ന് ആർക്കും തന്നെ തോന്നിയിരുന്നില്ല. പ്രമധ്വരയുടെ ഈ ഒരു കിടപ്പ് കണ്ടപ്പോൾ രുരുവിന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ രുരു ഇവരോടെല്ലാം പറയും, ഇവളുടെ ദേഹം ഒരിക്കലും ദഹിപ്പിക്കരുത് എന്ന്. അങ്ങനെ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ രുരു ഒരു കാട്ടിലേക്ക് ഓടി. അവിടെ ഓരോ ദേവന്മാരെയും വിളിച്ചുകൊണ്ട് രുരു ഇങ്ങനെ കേണപേക്ഷിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും തപസ്സോ ദാനമോ ഗുരുസേവയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി കൊണ്ട് എൻ്റെ പ്രാണവല്ലഭയെ ജീവിപ്പിക്കൂ. മനസ്സ് വെച്ച് ഞാൻ വല്ല വ്രതവും അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പുണ്യം അവൾക്ക് നൽകിക്കൊണ്ട് അവളെ ജീവിപ്പിക്കൂ. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും എണ്ണിപ്പെറുക്കി പറഞ്ഞുകൊണ്ട് എല്ലാ ദേവന്മാരെയും സ്തുതിച്ചുകൊണ്ട് രുരു കേണപേക്ഷിക്കുകയാണ്.
ഇങ്ങനെ ഭ്രാന്തമായി നിലവിളിക്കുന്ന രുരുവിൻ്റെ അടുത്തേക്ക് ഒരു ദേവദൂതൻ വന്നെത്തി. എന്നിട്ട് രുരുവിനോട് ഇപ്രകാരം പറയും: അലയോ രുരു, ദേവകന്യകയുടെ ആയുസ് ഇത്ര തന്നെയുള്ളൂ, അത് അവസാനിച്ചിരിക്കുന്നു. നീ ഇങ്ങനെ വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ല. മരിച്ചവർക്കൊരിക്കലും തിരിച്ചു വരുവാനായി സാധിക്കുകയില്ല. എന്നാൽ അവളെ ജീവിപ്പിക്കുവാൻ ഒരു ഉപായമുണ്ട്. പണ്ട് ദേവകൾ കൽപ്പിച്ചിട്ടുള്ള ഒരു ഉപായമാണത്. അതുകൊണ്ട് മാത്രമാണ് അവളെ വീണ്ടും ജീവിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ദേവദൂതൻ്റെ ഇപ്രകാരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ രുരുവിന് കുറച്ചൊരു ആശ്വാസം തോന്നി, അതോടൊപ്പം ഉത്കണ്ഠയും. അല്ലയോ ദേവദൂത, ആ ഉപായം എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും അത് പ്രകാരം ഞാൻ പ്രവർത്തിക്കും. അപ്പോൾ ദേവദൂതൻ പറയും: നീ നിന്റെ ആയുസിന്റെ പകുതി അവൾക്ക് ദാനം ചെയ്യാമെങ്കിൽ അവൾ ആ ആയുസ് കൊണ്ട് ജീവിച്ചുകൊള്ളും. ഇതാണ് പണ്ട് ദേവകൾ കൽപ്പിച്ചിട്ടുള്ള ഒരു ഉപായം. അപ്പോൾ ഇത് കേട്ടപ്പോൾ രുരുവിന് വളരെയധികം സന്തോഷമായി. അപ്പോൾ തന്നെ രുരു കുറച്ച് പുഷ്പവും ജലവും കയ്യിലെടുത്തുകൊണ്ട് ഇപ്രകാരം പറയും: ഞാനിതാ എൻ്റെ ആയുസിന്റെ പകുതി പ്രമധ്വരയ്ക്ക് ദാനം ചെയ്യുന്നു. അതുകൊണ്ട് അവൾ ജീവിക്കട്ടെ എന്ന്. അങ്ങനെ ഈ ദേവദൂതനും ഗന്ധർവ രാജാവും കൂടി യമധർമ്മരാജാവിൻ്റെ അടുത്തേക്ക് ചെന്ന് വിവരമറിയിക്കും. അപ്പോൾ ധർമ്മരാജാവ് പറയും: പ്രമധ്വര രുരുവിൻ്റെ ഭാര്യയാണെങ്കിൽ രുരുവിൻ്റെ അർദ്ധായുസ് കൊണ്ട് അവൾ ജീവിക്കട്ടെ. അങ്ങനെ പ്രമധ്വരയ്ക്ക് യമധർമ്മൻ പ്രമധ്വരയുടെ ജീവൻ തിരിച്ചു നൽകും. അങ്ങനെ പ്രമധ്വര ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ അവിടെ നിന്ന് എഴുന്നേൽക്കും. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും അതിശയമായി. രുരുവിൻ്റെ തപശക്തിയിൽ എല്ലാവർക്കും അത്ഭുതം തോന്നി. പിന്നീട് മുമ്പ് നിശ്ചയിച്ചിരിക്കുന്ന മുഹൂർത്തത്തിൽ തന്നെ രുരുവിൻ്റെയും പ്രമധ്വരയുടെയും വിവാഹം നടക്കും. രണ്ടുപേരും പരസ്പര സ്നേഹത്തോടെ ഒരാശ്രമത്തിൽ സുഖമായി ജീവിക്കുകയും ചെയ്യും. എന്നാൽ രുരുവിന് തൻ്റെ പ്രാണവല്ലഭയുടെ മരണത്തിന് കാരണമായ സർപ്പത്തോട് മാത്രമല്ല, ആ സർപ്പത്തിൻ്റെ വംശത്തോട് തന്നെ വലിയ പകയുണ്ടായി. അതുകൊണ്ട് ദിവസവും രാവിലെ ദിനകൃത്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലൊരു വടിയുമായി പുറത്തിറങ്ങും രുരു. എന്നിട്ട് രുരു ആ വഴിയെല്ലാം സഞ്ചരിക്കും. എന്നിട്ട് വഴിയിൽ കാണുന്ന എല്ലാ പാമ്പുകളെയും അടിച്ചു കൊല്ലും. എവിടെയെങ്കിലും പാമ്പിൻ്റെ ഒരു മാളം കണ്ടാൽ അത് കിളച്ചിളക്കിയിട്ട് അതിനുള്ളിലുള്ള പാമ്പിനെ പോലും വെറുതെ വിടില്ല, എല്ലാറ്റിനെയും കൊല്ലും. ഇതൊരു പതിവായി മാറി. അങ്ങനെ ഒരു ദിവസം രുരു സഞ്ചരിക്കുമ്പോൾ വലിയൊരു ചേരയെ കാണുവാനിടയാവും. അപ്പോൾ പാമ്പ് വർഗത്തിൽ തന്നെ പെട്ടതാണല്ലോ ചേരയും. അപ്പോൾ രുരു ഈ ചേരയെ കൊല്ലാനായി തുടങ്ങും. ഉടനെ തന്നെ ഈ ചേര രുരുവിനോട് മനുഷ്യൻ്റെ ഭാഷയിൽ തന്നെ ചോദിക്കും: അല്ലയോ മുനികുമാര, ഞാൻ അങ്ങേക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് അങ്ങനെ ഹിംസിക്കുന്നത്? അപ്പോൾ രുരു പറയും: പണ്ട് ഒരു സർപ്പം എന്റെ പ്രാണവല്ലഭയെ കടിച്ചു കൊല്ലുകയുണ്ടായി. അതുകൊണ്ട് പാമ്പിന്റെ വർഗത്തിൽ പെട്ടിട്ടുള്ള എല്ലാറ്റിനെയും ഞാൻ നശിപ്പിക്കുമെന്ന് വ്രതമെടുത്തിരിക്കുകയാണ്. നീയും വിഷമില്ലാത്തതാണെങ്കിൽ പോലും ഒരു പാമ്പാണല്ലോ, അതുകൊണ്ട് നിന്നെയും ഞാൻ കൊല്ലും. അപ്പോൾ ഉടനെ ചേര പറയും: മനുഷ്യരെ കടിച്ചു കൊല്ലുന്ന വിഷപ്പാമ്പുകൾ വേറെയാണ്. ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാറില്ല. പാമ്പ് വർഗത്തിൽ പെട്ടു എന്നതുകൊണ്ട് എന്നെ ഹിംസിക്കുന്നത് ഒട്ടും ശരിയല്ല. ജീവൻ ഏറ്റവും വിലപ്പെട്ടതാണ്. എല്ലാവരിലും ആത്മാവ് ഒന്നാണ്. പ്രാണിഹിംസ മഹാപാപമാണ്. അങ്ങ് എന്തിനാണ് ഈ മഹാപാപം തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് കേട്ടപ്പോൾ ഈ ചേര ഒരു സാധാരണ പാമ്പല്ലെന്ന് രുരുവിന് മനസ്സിലായി. അങ്ങനെ രുരു ഈ ചേരയോട് ചോദിക്കും: നീ ആരാണ്? എന്തുകൊണ്ടാണ് ഈ ചേരയുടെ രൂപത്തിൽ വന്ന് എന്നോട് ഇപ്രകാരമെല്ലാം സംസാരിക്കുന്നത്? അപ്പോൾ ചേര പറയും: യുവ മഹർഷി, ഞാൻ സഹസ്രപാദൻ എന്നു പേരായിട്ടുള്ള ഒരു മഹർഷിയായിരുന്നു. എന്റെ സുഹൃത്തായിട്ടുള്ള ഗഗമൻ എന്നു പേരായിട്ടുള്ള ഒരു മുനി ഒരിക്കൽ ഒരു ഹോമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തമാശയ്ക്ക് ഒരു ദർഭപുല്ല് കൊണ്ട് ഒരു പാമ്പിനെ ഉണ്ടാക്കി അരികിൽ വെച്ചു. ഗഗമൻ ഈ കൃത്രിമ പാമ്പിനെ കണ്ട് പെട്ടെന്ന് പേടിച്ച് മോഹാലസ്യപ്പെട്ടു വീണു. അല്പം കഴിഞ്ഞ് ബോധം വന്നപ്പോൾ കോപാകുലനായിട്ടുള്ള ഗഗമൻ അടുത്തു നിന്നിരുന്ന എന്നെ ശപിച്ചു: നീയും ഇതുപോലെ വിഷമില്ലാത്ത ഒരു പാമ്പായി തീരട്ടെ എന്ന്. ഗഗമന്റെ തപശക്തി എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ പേടിച്ചുകൊണ്ട് അടുത്തു ചെന്ന് ഞാൻ മാപ്പ് അപേക്ഷിച്ചു. ശാന്തനായി തീർന്ന ഗഗമൻ എന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത്: സുഹൃത്തെ, നീ ഒരു തമാശയ്ക്കാണ് ഇത് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് വെറുതെയാകില്ല. അതുകൊണ്ട് കുറച്ചു കാലം നീ ചേരിയായിട്ട് തന്നെ ജീവിക്കും. പ്രമതിയുടെ പുത്രനും ശുദ്ധാത്മാവുമായിട്ടുള്ള രുരു ഒരു ദിവസം നിന്റെ അടുത്ത് വരും.
അന്ന് നിനക്ക് ശാപമോക്ഷം ഭവിക്കും. ഇന്ന് എനിക്ക് ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം എന്നെ അതിന് സഹായിച്ചു. പിന്നെ സഹസ്രപാദൻ പന്നകദേശം വെടിഞ്ഞ് ഒരു മുനിയുടെ രൂപത്തിൽ വന്ന് രുരുവിനെ ഇപ്രകാരം ഉപദേശിക്കും. അല്ലയോ കുമാര, പ്രാണഹിംസ ഒരിക്കലും ചെയ്യരുത്. അത് മഹാപാപമാകുന്നു. അഹിംസയെ പരമധർമ്മമായി നീ സ്വീകരിക്കണം. ബ്രാഹ്മണർക്ക് ഹിംസ ഒരിക്കലും വിധിച്ചിട്ടില്ല. ഹിംസ ചെയ്യുന്നവർ മരണാനന്തരം നരകത്തിലേക്കാണ് പോകുന്നത്. പണ്ട് പരീക്ഷിത്ത് രാജാവിനെ തക്ഷകൻ കടിച്ചു കൊന്നു. അതിന്റെ പക തീർക്കാനായി പരീക്ഷിത്തിന്റെ പുത്രനായ ജനമേജയൻ ഒരു സർപ്പസത്രം തന്നെ നടത്തി. അന്ന് താപസ്വിയായ ആസ്തിക ബ്രാഹ്മണൻ പ്രാണിഹിംസ പാപകരമാണെന്ന കാരണത്താൽ ഇടയ്ക്ക് വെച്ച് ആ സത്രത്തെ നിർത്തിക്കളഞ്ഞു. അത്രയ്ക്ക് പാപമാണ് ജന്തുഹിംസ. ദുഷ്ടശിക്ഷ അത് ക്ഷത്രിയ ധർമ്മമാണ്. അതൊരിക്കലും ബ്രാഹ്മണർ സ്വീകരിക്കരുത്. ഇത് കേട്ടപ്പോൾ രുരുവിന് ജനമേജയന്റെ സർപ്പസത്രത്തെ പറ്റിയും ആസ്തികൻ എങ്ങനെയാണ് ഇത് തടഞ്ഞത് എന്നതിനെ പറ്റിയിട്ടും അറിയുവാൻ ആഗ്രഹമുണ്ടായി. എന്നാൽ അതെല്ലാം മഹർഷിമാർ പറയുമ്പോൾ നിനക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് സഹസ്രപാദൻ അവിടെ നിന്നും പോയി. രുരു മഹർഷിയെ തിരഞ്ഞ് ആ കാട്ടിലെല്ലാം നടന്നുവെങ്കിലും നിരാശനായി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അച്ഛനോട് നടന്ന സംഭവങ്ങളെല്ലാം വിസ്തരിച്ച് പറയും. അപ്പോൾ പ്രമതി മകൻ്റെ ആഗ്രഹപ്രകാരം സർപ്പസത്രത്തിൻ്റെയും ആസ്തികൻ്റെയും ചരിത്രം രുരുവിന് പറഞ്ഞുകൊടുത്തു.